ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പാകിസ്ഥാൻ്റെ ആണവ ശേഖരണ കേന്ദ്രമായ കിരാന ഹിൽസ് ഇന്ത്യ തകർത്തു എന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ അതിൻ്റെ ചിത്രങ്ങളടക്കം പുറത്തു വരുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഈ കഴിഞ്ഞ മെയ് മാസം 7-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാന് നൽകിയത് ഈ ദിവസങ്ങളിലാണ്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള പല കേന്ദ്രങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. അത് ഇന്ത്യ അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തടിച്ച് ഒന്നും ബാക്കി വെക്കാത്ത വിധത്തിൽ ആ ഓപ്പറേഷനിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അതേസമയം ഈ ഇന്ത്യയുടെ ആക്രമണം അതിരൂക്ഷമായി കഴിഞ്ഞാൽ തിരിച്ച് ആണവോർജ്ജം ഉപയോഗിക്കും, അണ്വായുധം പ്രയോഗിക്കും എന്ന രീതിയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ചിലരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പാകിസ്ഥാൻ പോവുകയാണെങ്കിൽ അതിന് മുന്നേ തന്നെ പാകിസ്ഥാനെ വലിയ തിരിച്ചടി നൽകാനുള്ള കെൽപ്പ് ഇന്ത്യക്കുണ്ട് എന്ന രീതിയിൽ ഇന്ത്യയും ആ സമയത്ത് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലൂടെ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് പാകിസ്ഥാൻ്റെ ആണവ ഊർജ്ജങ്ങൾ മുഴുവൻ ശേഖരിച്ച് വെച്ചിരിക്കുന്ന കിരാന ഹിൽസ് എന്ന് പറയുന്ന പ്രദേശം, അവിടെ യാതൊരു വിധത്തിലുള്ള ആക്രമണങ്ങളും നടത്തിയിട്ടില്ല. അവർക്ക് അവരുടെ അണ്വായുധ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരുന്നത്. അന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഈ മീഡിയയുമായിട്ടുള്ള അവരുടെ ഇൻട്രാക്ഷൻ, അതായത് ഇന്ത്യയുടെ പ്രതിനിധികളുടെ ഇൻട്രാക്ഷൻ്റെ സമയത്തും ഈ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കിരാന ഹിൽസിലേക്ക് എന്തെങ്കിലും രീതിയിലുള്ള മിസൈലുകളോ കാര്യങ്ങളോ ഇന്ത്യ പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല എന്നാണ് ഇന്ത്യയും പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്തയുണ്ട്. അതായത് ഈ കിരാന ഹിൽസിൻ്റെ ഉപഗ്രഹ ദൃശ്യങ്ങൾ, കഴിഞ്ഞ ജൂൺ മാസത്തിലെ ഉപഗ്രഹ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ കിരാന ഹിൽസിൻ്റെ ചുറ്റുപാടിലും ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ കേടുപാടുകളെല്ലാം ഒരു ബ്രഹ്മോസ് മിസൈൽ പതിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കേടുപാടുകൾ പോലെയാണ് ആ ഉപഗ്രഹ ദൃശ്യത്തിൽ ഉള്ളത്. അതിനുശേഷം ഈ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് കുറേ നിർമ്മാണ പ്രവൃത്തികളും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നതായിട്ടും ഒക്കെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഈ പാകിസ്ഥാനിലേക്ക് അയച്ച മിസൈൽ ഒന്ന് കിരാന ഹിൽസിനെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു, അല്ലെങ്കിൽ കിരാന ഹിൽസിന് ഞങ്ങൾക്ക് തകർക്കാൻ സാധിക്കുന്ന കെൽപ്പ് ഞങ്ങൾക്കുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ പറയില്ലേ, എന്നെ അടിക്കുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരനെ അടിക്കണം എന്ന് പറയില്ലേ, അതുപോലെ കിരാന ഹിൽസിൽ അടിക്കുന്നതിന് മുമ്പ് തൊട്ടടുത്ത് ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ട് അവിടെ അടിച്ച് കാണിച്ചു കൊടുത്തു പാകിസ്ഥാന്. അതായത് നിങ്ങൾ അണ്വായുധം പ്രയോഗിക്കാനുള്ള എന്തെങ്കിലും പദ്ധതി നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങളത് ചിന്തിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇങ്ങനെയൊരു നീക്കം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇന്ത്യ കിരാന ഹിൽസ് ഞങ്ങൾ ആക്രമിച്ചിട്ട്, ശരിയാണ്, കിരാന ഹിൽസ് ആക്രമിച്ചിട്ടില്ല. പക്ഷേ കിരാന ഹിൽസിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള അണ്വായുധം പ്രയോഗിക്കാനുള്ള പദ്ധതികൾ നിങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾക്കത് തകർക്കാൻ സാധിക്കും എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു സൂചന ഇന്ത്യ അവർക്ക് നൽകി എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ഒരു കാരണവശാലും അത് സമ്മതിക്കില്ല. കാരണം അവരുടെ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്, അവരുടെ അത്രയും സുരക്ഷിതമായ മേഖലയാണ്. പാകിസ്ഥാൻ്റെ സൈന്യം അത്രയേറെ സുരക്ഷിതമായി കൊണ്ടു നടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടത്തേക്ക് ഒരു ഈച്ച കയറിയാൽ ഞങ്ങൾ അറിയും എന്ന് പറയുന്ന അത്രയും സുരക്ഷിതമായിട്ട് അവർ സംരക്ഷിച്ചു പോകുന്ന ഒരു പ്രദേശമാണ് കിരാന ഹിൽസ്. പക്ഷേ അവിടെ ഉപഗ്രഹ ചിത്രങ്ങൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കിരാന ഹിൽസിന് പണി കിട്ടിയിട്ടുണ്ട്. അത് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. അത് ആരും മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇല്ല, പാകിസ്ഥാൻ സമ്മതിച്ച് തീർന്നില്ലേ? അവരുടെ ആണവ ഊർജ്ജം സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം ഇന്ത്യ അടിച്ചു തകർത്തു, അല്ലെങ്കിൽ അവിടെ ലക്ഷ്യം വെച്ചൊരു മിസൈൽ വന്നു, അത് കുറച്ചപ്പുറം മാറി വീണു, അല്ലെങ്കിൽ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരു സാധനം വന്നു എന്ന് പറഞ്ഞാൽ 4 ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇതിനപ്പുറം എല്ലാം തീർന്നില്ലേ? അവർക്ക് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ 5 ജെറ്റുകൾ ഞങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും വലിയ വീരവാദം പറഞ്ഞു നടക്കുന്നവരുടെ കിരാന ഹിൽസ് അണ്വായുധം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ബ്രഹ്മോസ് മിസൈൽ വന്നു പതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അവർ. പിന്നെ അവർക്ക് വേറെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഞങ്ങളൊരു ശക്തിയാണ് എന്ന ആ ഒരു അവകാശവാദം അവർക്ക് ഉന്നയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ്റെ കിരാന ഹിൽസിനെ ലക്ഷ്യം വെച്ച് ഇന്ത്യയുടെ ബ്രഹ്മോസ് പറന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാം, പാകിസ്ഥാനിലെ എല്ലാ തന്ത്രപ്രധാനമായ സ്പോട്ടുകളും ഇന്ത്യൻ ആർമിയുടെ എക്സ്റേയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയുടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ബ്ലൂ പ്രിൻറ്റിൽ
പാകിസ്ഥാൻ എന്താണെന്നോ പാകിസ്ഥാനിൽ എന്തൊക്കെയുണ്ടെന്നോ കൃത്യമായിട്ട് സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ എങ്ങനെയാണ് എന്താണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഭാഗം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് വേറെ വെട്ടിമാറ്റി പോകുമ്പോൾ നമുക്കറിയാലോ, ഇതിപ്പോൾ ഈ ഒരു ഹാളിനകത്ത് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു റൂം തിരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ ആ റൂം എങ്ങനെയാണ്. പക്ഷെ പിന്നീട് നമ്മൾ ആ റൂം കാണാതെ വരുമ്പോൾ അതിനകത്ത് എന്തൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ മാത്രമേ ഒരു സംശയം ഉണ്ടാവുള്ളൂ. എവിടെയൊക്കെ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്, അലമാരയിൽ എന്താണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അപ്പുറത്തെ മൂലയ്ക്ക് എന്താ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മാത്രം സംശയം. ഇവിടെ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് വരുന്നത്? പാകിസ്ഥാൻ എന്താണെന്ന് ഇന്ത്യക്ക് കൃത്യമായിട്ട് പറയാം. പക്ഷേ പാകിസ്ഥാൻ അകത്ത് എവിടെയൊക്കെ എന്തൊക്കെയുണ്ട് എന്നതിനെക്കുറിച്ച് മാത്രമേ സംശയം വരുള്ളൂ. പക്ഷേ ഇന്ത്യക്ക് ആ സംശയവുമില്ല. ഇന്ത്യയുടെ ചാരന്മാർ കൃത്യമായിട്ട് പാകിസ്ഥാൻ ആർമിയിൽ ഉൾപ്പെടെ ജോലി ചെയ്ത് നമുക്കറിയാം. അജിത് ഡോവൽ എത്ര വർഷം പാകിസ്ഥാനിലുണ്ടായിരുന്നു? അജിത് ഡോവലിന് അറിയാത്ത ഒരു പ്രദേശവും പാകിസ്ഥാനിലുണ്ടാവില്ല. അപ്പോൾ പാകിസ്ഥാനിൽ കിരാന ഹിൽസ് മാത്രമല്ല, വേറെ എന്തൊക്കെയാണ് ഇവരുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ, എന്തൊക്കെ ഇവരോട് പാകിസ്ഥാനകത്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യക്ക് എതിരായിട്ട് ഇവർ എന്ത് പ്രവർത്തിക്കാൻ ഇവർ തയ്യാറെടുക്കുന്നുവോ ഇത്രമാത്രം കൃത്യതയോടുകൂടിയുള്ള വിവരങ്ങൾ അത് ഇന്ത്യയുടെ ആർമിയുടെ കയ്യിലുണ്ട്. ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ കിരാന ഹിൽസ് അല്ല, ഇനി വേറെ എവിടെയെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ സൂക്ഷിച്ചു വെക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും അടിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യക്ക് അതിനുള്ള കെൽപ്പുമുണ്ട്. ഇപ്പം മാത്രമല്ല, ബ്രഹ്മോസ് മിസൈൽ കഴിഞ്ഞിട്ട് വേറെ പുതിയ മിസൈലുകൾ ഇന്ത്യ വിക്ഷേപിക്കാനുള്ള അതിനുള്ള തയ്യാറെടുപ്പുകളുണ്ട്. ഇന്ത്യക്ക് മാത്രമായിട്ട് ഇന്ത്യ തന്നെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന ജെറ്റ് വിമാനങ്ങൾ വരുന്നു. ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒരു വൻ പ്രതിരോധ ശക്തി, പ്രതിരോധ മേഖലയിൽ വലിയൊരു കരുത്തായി മാറാൻ പോകുന്നു എന്നതൊരു വസ്തുതയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഓരോ വർഷങ്ങളിലെ ബഡ്ജറ്റിലും എത്രയാണ് ഇന്ത്യ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തുക എന്നുള്ളത്. നമ്മുടെ എല്ലാവരുടെയും സംരക്ഷണത്തിന്, നമ്മുടെ എല്ലാവരുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ, ഇന്ത്യയുടെ അതിർത്തികളിൽ ഇന്ത്യക്ക് വേണ്ടി രാജ്യം കാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന പട്ടാളക്കാരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയൊക്കെ പ്രതിരോധ മേഖലയിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരത്തെ വെട്ടിമുറിക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കയറാനോ പോലും സാധ്യമല്ലാത്ത വിധത്തിൽ ഇന്ത്യയുടെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വർഷാവർഷം ബഡ്ജറ്റുകളിൽ ഇന്ത്യ വലിയൊരു തുക മാറ്റിവെക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയുടേതായ ചില നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ഒരു യുദ്ധമുഖത്ത് നമുക്കും നാശനഷ്ടങ്ങളുണ്ടാകും. നമുക്കൊന്നും പോയിട്ടില്ല, അവർക്കാണ് എല്ലാം പോയത് എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരായി പോകും. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു യുദ്ധമുഖത്ത് ഇന്ത്യക്കും നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഈ നാശനഷ്ടങ്ങൾ എത്രയും പെട്ടെന്ന് ഓവർകം ചെയ്യണം. കാരണം പ്രതിരോധ മേഖലയിൽ വിള്ളലുകൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ പുതിയ സാധനങ്ങൾ, അതായത് മിസൈലുകളും ഗണ്ണുകളും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ജെറ്റ് വിമാനങ്ങളും ഉൾപ്പെടെയുള്ള പുതിയ സംവിധാനങ്ങൾ ഇന്ത്യ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായിട്ട് പല കാര്യങ്ങളും വികസിപ്പിച്ചെടുക്കാൻ പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വന്നൊരു വാർത്തയുണ്ട്, 12,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള അല്ലെങ്കിൽ ഇതുള്ള ഒരു സ്ഥലത്തേക്ക് മിസൈൽ അയക്കാൻ പറ്റും. അത് വരെ ഇന്ത്യ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ കിരാന ഹിൽസിലല്ല, പാകിസ്ഥാനിൽ എവിടെ എന്ത് ഒളിപ്പിച്ചു വെച്ചാലും ഇന്ത്യക്കെതിരെ നിങ്ങൾ എന്ത് പ്ലാൻ ചെയ്തു കഴിഞ്ഞാലും ഇന്ത്യ കൃത്യമായിട്ട് അത് അടിച്ചിടാനുള്ള തയ്യാറെടുപ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ പറയണം. ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ, അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇന്ത്യയുടെ കയ്യിലുണ്ട്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന താവളങ്ങൾ 9 എണ്ണം മാത്രമേ ഇന്ത്യ തകർത്തിട്ടുള്ളൂ. പക്ഷേ ഇനി അത്തരത്തിൽ ഒരു പ്ലാനുമായിട്ട് ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണത്തിന് പാകിസ്ഥാൻ മുതിർന്നു കഴിഞ്ഞാൽ അത് മുഴുവനും തകർക്കാനുള്ള പദ്ധതികൾ ഇന്ത്യ തയ്യാറാക്കി കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.